ദുൽഖർ സൽമാൻ നായകനാകുന്ന പുതിയ ചിത്രം തീവ്രത്തിന്റെ പൂജ കൊച്ചിയിൽ നടന്നു. സസ്പെൻസിന് പ്രാധാന്യം നൽകിയിരിക്കുന്ന ചിത്രം നവാഗതനായ രൂപേഷ് പീതാംബരനാണ് സംവിധാനം ചെയ്യുന്നത്. സ്ഫടികത്തിൽ മോഹൻലാലിന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ചാണ് രൂപേഷ് പീതാംബരൻ വെള്ളിത്തിരയിലെത്തുന്നത്. വർഷങ്ങൾക്ക് ശേഷം രൂപേഷ് തിരിച്ചെത്തുമ്പോൾ സംവിധായകന്റെ റോളാണ് രൂപേഷിന്. ഒരു സ്ക്രിപ്റ്റ് എഴുതി കുറേ നാളായി. ഇപ്പോൾ അതിൻ്റെതായ കുറച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പല ഡ്രാഫ്റ്റ് എഴുതി തീർത്തു. അപ്പോൾ ഫൈനലി എന്താ പറയുക ഈ പറഞ്ഞ ദുൽഖറിൻ്റെ പോയി കഥ പറഞ്ഞ് ഇഷ്ടപ്പെട്ടു, ഡേറ്റ് കിട്ടി. ക്വിക്ക് പ്രോജക്റ്റ് ആയിരുന്നു, പെട്ടെന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ആസ് ഓഫ് നൗ തിങ്സ് ആർ സ്മൂത്ത്. ഇപ്പോൾ എല്ലാം പ്ലാൻഡാണ് കാര്യങ്ങളൊക്കെ. തിയേറ്ററുകളിൽ എത്തിച്ച 2 ചിത്രങ്ങളും വിജയിപ്പിച്ച ദുൽഖർ സൽമാനാണ് രൂപേഷിന്റെ ചിത്രത്തിലെ നായകൻ. തീവ്രം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ ആക്ഷന് പ്രാധാന്യമുള്ള കഥാപാത്രവുമായാണ് ദുൽഖറിന്റെ വരവ്. എറണാകുളം, ആലപ്പുഴ, ചാലക്കുടി എന്നിവിടങ്ങളാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനുകൾ. ഇതൊരു സസ്പെൻസ് ത്രില്ലർ ഫിലിമാണ്. അതിൻ്റെ കഥ പറയാറായിട്ടില്ല. അപ്പം അതിൽ നല്ലൊരു ലീഡ് റോൾ തന്നെയാണ്. ദുൽഖർ, വിഷ്ണു ഉണ്ട്, ഞാനുണ്ട്, പിന്നെ ശ്രീനിയങ്കളുണ്ട്. ഇതിനകത്ത് ദുൽഖറിൻ്റെ ഒരു സുഹൃത്തായിട്ടാണ്. സത്യത്തിൽ എൻ്റെയും ദുൽഖറിൻ്റെയും ഞങ്ങൾ 2 കമ്മികമാരുടെയും കഥയാണിത്. കഥ സസ്പെൻസ് ആയത് കാരണം അങ്ങോട്ട് പോകാൻ പറ്റില്ല. ശ്രീനിവാസൻ, റിയ സൈറ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ പുതുമുഖ നായികയാവും എത്തുക. എന്റർടൈൻമെന്റ് ഡെസ്ക് റിപ്പോർട്ടർ.